ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് കക്കയത്തേക്കാണ്. ഇത് ഞാൻ രണ്ടാമത്തെ തവണയാണ് കക്കയം പോകുന്നത്. പക്ഷേ എൻ്റെ ഫാമിലീൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. കക്കയത്തേക്കുള്ള വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാറിൽ ഞങ്ങൾ 5 പേരും ആ മുന്നിൽ പോകുന്ന കാറിൽ 4 പേരുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു ഇവിടെ. കക്കയത്ത് നിന്ന് പോകുന്ന സമയത്ത് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു, ഫോറസ്റ്റിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ. അവിടെ നമുക്ക് പെർ പേഴ്സണ് 50 രൂപയാണ് ചാർജ് വരുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻ ഗേറ്റിൽ എത്തുന്ന സമയത്ത് KCBൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറും കൂടെ ഉണ്ട്. അവിടെ പെർ പേഴ്സണ് 20 രൂപയാണ് വരുന്നത്. പ്ലസ് കാറിനും 20 രൂപയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ മുകളിലെത്തുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് കക്കയം ഡാം സൈറ്റിലേക്ക് 1 കിലോമീറ്ററാണുള്ളത്. ഞങ്ങളെല്ലാവരും നടന്നിട്ടാണ് പോയത്. പക്ഷേ ഇവിടെ ഇവരെ ഫോറസ്റ്റിൻ്റെ വണ്ടി അവൈലബിൾ ആണ്. അതിന് 280 രൂപയാണ് വരുന്നത്. നടന്നു പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡാം. അപ്പോൾ നമ്മൾ ഡാമിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഉരൽക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ ഇതാണ് ഉരൽക്കുഴി വെള്ളച്ചാട്ടം. ഇവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തന്നു. കേരളത്തിലെ ഏക തിരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം നേരെ പോയത് പാർക്കിലേക്കാണ്. ഇത് കുട്ടികളെ പാർക്കാണെങ്കിലും ഞങ്ങൾ മുതിർന്നവരായിരുന്നു കൂടുതൽ എൻജോയ് ചെയ്തത്. ഇവിടുന്ന് കുറച്ച് ടൈം ഞങ്ങൾ ഊഞ്ഞാലാടിയും എല്ലാം ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചായ എല്ലാം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.